45 മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ കർമ്മസമിതി രംഗത്ത്. 30 മീറ്ററിൽ 6 വരി പാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് കർമ്മസമിതി ആവശ്യപ്പെടുന്നത്. ഇരകളുടെ പ്രതിഷേധം അവഗണിച്ച് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനമെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും ദേശീയപാത ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നു. ദേശീയപാത 45 മീറ്ററിൽ തന്നെ വികസിപ്പിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ദേശീയപാത വികസനം വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം. 387.98 ഹെക്ടർ ഭൂമിയാണ് 45 മീറ്റർ വികസനത്തിനായി ഇനി ഏറ്റെടുക്കാനുള്ളത്. ഭൂമിയുടെ സർവേ നടപടികൾ പോലും ഇനിയും പൂർത്തിയായിട്ടില്ല. 45 മീറ്ററിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നൂറുകണക്കിന് വീടുകളെയും വ്യാപാര സ്ഥാപനങ്ങളെയുമാണ് പുനരധിവസിപ്പിക്കേണ്ടി വരിക. നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളും പൊളിച്ചു നീക്കപ്പെടും. ഒരു കാരണവശാലും ഭൂമി വിട്ടു നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് കർമ്മസമിതി. ഈ അഴിമതിപ്പാതക്കെതിരെ ഇതിന് കൂട്ടുനിൽക്കുന്നവരാരായാലും ശരി, അവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനാണ് NH ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഭൂമി വിട്ടു നൽകുന്നതിൽ നിന്നും ഇരകളെ പുറകോട്ടടിക്കുന്നത് മുൻകാല അനുഭവങ്ങൾ തന്നെ. നമ്മളുടെ തൊട്ടടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ആണെങ്കിലും മുല്ലമള്ളി ആണെങ്കിലും എവിടെയാണെങ്കിലും കുടിയൊഴിപ്പിക്കപ്പെട്ട ആരും ഇതുവരെ പുനരധിവസിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരമന കളിക്കാവിള മാതൃകയിൽ 30 മീറ്ററിൽ ദേശീയപാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് കർമ്മസമിതിയുടെ വാദം. നിലപാട് ഘടിപ്പിച്ച സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സ്ഥലമേറ്റെടുപ്പിലെ പുനരധിവാസ പാക്കേജാകും നിർണായകമാകുക. ദേശീയപാത വികസനം ദീർഘവീക്ഷണാടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇരകളുടെ ആശങ്കകളും ആകുലതകളും ഈ വിഷയത്തിൽ പൂർണ്ണമായും പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. മലപ്പുറത്ത് നിന്ന് ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.